നീ എന്തുവാടേ പറയുന്നത്? ഞാൻ അഭിനയിക്കുകയാണെന്നോ? നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു മോനെ? ഇവനെ രക്ഷപ്പെടുത്തിയപ്പോ മുതൽ ഇത് തന്നെയാ അമ്മ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനും ഗൗതമും ചേർന്ന് ഇവനെ തട്ടിക്കൊണ്ടുപോയി ഒളിവില് താമസിപ്പിച്ചു എന്നാ ഇപ്പോഴും ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിനക്ക് എന്താടാ സാമാന്യ ബുദ്ധി ഇല്ലാതായോ? നീ വളർന്ന വീടായത്. നിനക്കറിയാനും മനസ്സിലാക്കാനും പറ്റാത്ത ആരാടാ ഈ വീട്ടിലുള്ളത്? ഗൗതമോ അതോ ഇവളോ? തട്ടിക്കൊണ്ടു പോകാനും നിന്നെ പീഡിപ്പിക്കാനും വേണ്ടി ക്രൂര മനസ്സുള്ളവരാണോ ഇവര്? നീ എന്താ ആലോചിച്ചു നോക്കാത്തത്? നിനക്ക് വകതിരി വൽപ്പം കുറവുണ്ടെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. പക്ഷെ ഇപ്പൊ ഒരു കാര്യം ബോധ്യമായി, ഒരു വകയും നിനക്കറിയില്ലെന്ന്. എന്തെങ്കിലും ആവട്ടെ, നീ വന്ന് വീട്ടിൽ കയറ്. ഞാൻ വരുന്നില്ലാന്ന് പറഞ്ഞില്ലേ? അത് നീ അല്ല തീരുമാനിക്കുന്നത്. ഞാൻ നിന്റെ അമ്മയാണെങ്കിൽ, നിന്നെ പ്രസവിച്ച ഞാനാണെങ്കിൽ നിന്നെ കൊണ്ടുപോകും. നീ എന്റെ കൂടെ വരികയും ചെയ്യും. നടക്കണ ഇങ്ങോട്ട്. വാടാ, എടാ പോരാ. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാടാ. ഇരിക്കെ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക് നീ. അത് ഈ തലയിലോട്ടൊന്ന് കേട്ട്. എന്നെ ആരും ഇരുത്താൻ നോക്കണ്ട. മാറിയെന്നേ. എന്റെ സ്വത്തിനും ബിസിനസിനും വേണ്ടിയിട്ട് എന്നിൽ നിന്നെല്ലാം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്ത്രവും കുതന്ത്രവും ചതിയും ചതിക്കുഴികളും എല്ലാം ഒരുക്കുന്നത് കണ്ടിട്ടും അമ്മയെല്ലാം കണ്ണടച്ച് കൂട്ടിനിന്നു. അതും പോരാഞ്ഞിട്ട് ഇപ്പൊ അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്കൊപ്പം നിന്നിട്ട് അവര് പറഞ്ഞ് പഠിപ്പിച്ചത് തത്വമല്ല പറയുന്നു. എന്റെ അമ്മ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത എന്താടാ? ഇതെല്ലാം ചെയ്തത് CKCയും ജ്യോതിർമയും ചേർന്നാ. എന്നിട്ട് ആ കുറ്റം നിന്റെ ഏട്ടന്റെ തലയിൽ വെച്ചു കൊടുത്തു. നിന്നെ തട്ടിക്കൊണ്ടുപോയിന്ന് പറഞ്ഞേ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത് ആരെയാ? ഗൗതമിനെയല്ലേ? ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഈ ദിവസം വരെയും ഗൗതമിനെ ഇറക്കണമെന്ന് ഇവൾ എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടോ, അതിനുവേണ്ടി എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ടോ, അത്രയും തന്നെ നിനക്ക് വേണ്ടിയും ഓടിയവളെ ഇവള്. നിനക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞവളാ. നിന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ഓരോ ഇടങ്ങളിൽ ചെന്ന് കയറിയവളാ. അത് നിനക്കറിയില്ല. നിന്നെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അത് മാത്രമാണ് CKCയുടെയും ജ്യോതിർമയുടെയും ആഗ്രഹം. ഇതൊക്കെ അവരുടെ തന്ത്രങ്ങളായിരുന്നു പ്രണവേ. നിന്നെ തട്ടിക്കൊണ്ടുപോയത് ഞങ്ങളായിരുന്നെങ്കിൽ അതിന്റെ പേരിൽ ഗൗതമിന് ജയിലിൽ കിടക്കേണ്ടി വരുമോ? ഗൗതം ജയിലിലായാലും വേണ്ടില്ല, നിന്നെ വിട്ടുകൊടുക്കില്ല എന്ന് വാശി പിടിക്കുന്നവളാണ് ഞാനെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ തട്ടിക്കൊണ്ടുപോകല് ബുദ്ധി എപ്പോ മുതലാ മണ്ടയിൽ ഒതിച്ചെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഡൽഹിയിൽ പോയിട്ട് ഓംപ്രകാശ് വക്കീലിനെ കണ്ട് കേസ് കൊടുക്കാൻ പോകുന്നു അറിഞ്ഞപ്പോഴത്തേക്കേ തലയിൽ ഒതിച്ച ബുദ്ധിയല്ലേ ഇത്? എന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒളിവില് താമസിപ്പിക്കുക, എന്നിട്ട് ആടിനെ പട്ടിയാക്കുന്ന പോലെ എല്ലാം ചെയ്തത് CKC അങ്ങളും ജ്യോതിർമയി ആന്റിയാണെന്നും പറഞ്ഞ് പരത്തുക. അവസാനം ഒരു ആന്റി ക്ലൈമാക്സ്. വലിയ രക്ഷകയുടെ വേഷം എടുത്ത് അണിഞ്ഞ് ഇവനെ പോലത്തെ പരമ ചെറ്റകളെയും കൂട്ടുപിടിച്ച് എന്നെ രക്ഷിച്ചു കൊണ്ടുവന്നതായിട്ട് പുതിയൊരു നരേറ്റീവ് അങ്ങ് സൃഷ്ടിച്ചെടുക്കുക. യെസ്, അത് പ്രണവിന്റെ ശബ്ദം തന്നെയാണ്. അപ്പോ പ്രണവ് രക്ഷപ്പെട്ടു വന്നോ? പ്രണവേ, ഒരു കാര്യം ഞാൻ ഇപ്പോഴും പറയാം. നീ ഞങ്ങളെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ സ്വത്തും പണവും മോഹിക്കുന്നവരാണ് ഞങ്ങളെന്ന് മാത്രം നീ പറയരുത്. ഈശ്വരമംഗലത്തിന്റേതായി ഒരു നയ പൈസ പോലും ഞങ്ങൾക്ക് വേണ്ട. അതിന്റെ പേരിൽ നിന്നെ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയെന്ന് പറയരുത്. ഞാൻ അങ്ങനെ തന്നെ പറയും. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും ചേർന്ന് തന്നെയാണ് എന്നെ തട്ടിക്കൊണ്ടു പോയത്. നിങ്ങൾ തന്നെയാണ് ചെയ്തത്. ആ, അത് പ്രണവ് തന്നെയാണല്ലോ. പ്രണവ് വന്നു. പ്രണവേ, എടാ പ്രണവേ, 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 നീ വന്നോ? നിന്റെ ശബ്ദം തന്നെയല്ലേ കേൾക്കുന്നത്? അതെ ആന്റി, ഞാൻ വന്നു. ഞാൻ തിരിച്ചു വന്നു. ആന്റി ഇങ്ങോട്ട് വന്നേ.
എടാ എനിക്ക് മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എന്നെ ഏട്ടത്തി മുറിയിലിട്ട് പൂട്ടിയിരിക്കുക. നീ വന്ന് ഈ ഡോർ ഒന്ന് തുറന്നതാ. എടാ ഒന്ന് തുറന്നതാടാ. എന്തുവാ മേത്? ആന്റി എന്തിനാ മുറിയിലിട്ട് പൂട്ടിയിട്ടിരിക്കുന്നേ? അതൊക്കെ ഉണ്ട്. വസു കാണിച്ച പണിയെ അത്തരത്തിലുള്ളതാ. അവള് CKCക്കും ജ്യോതിർമയ്ക്കും ഒപ്പം ചേർന്ന് ഗൗതം ഒരിക്കലും ജയിലിൽ നിന്ന് ഇറങ്ങാതിരിക്കാനുള്ള തന്ത്രങ്ങളെല്ലാം മെനയായിരുന്നു. അറിയോ നിനക്ക്? അതുമാത്രല്ല, എന്റെ മുഖത്ത് നോക്കി വസു പറഞ്ഞു, ഗൗതം ഇനി ഒരിക്കലും ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നില്ലെന്നും ഈശ്വരമംഗലത്തിന്റെ സർവ്വ ബിസിനസ്സുകളും കൈപ്പിടിയിൽ ഒതുക്കി ഇനി ഇവിടെ രാജ്ഞിയായിട്ട് വാഴാൻ പോവാണെന്നും. ഞാൻ അതങ്ങ് അനുവദിച്ചു കൊടുക്കണോ? പ്രണവേ, എടാ മോനെ ഒന്ന് വന്ന് ഡോർ തുറക്ക് പ്ലീസ്. പ്രണവ്, എടാ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ, രക്ഷപ്പെടുത്ത്. ഞാൻ വരുന്ന ആന്റി. ഇക്കടാ മോനെ, വേണ്ട. അവളിപ്പൊ തുറന്നു വിടണ്ട, അത് ആപത്താ. ആപത്തോ? ആർക്ക്? എനിക്കല്ലല്ലോ, നിങ്ങൾക്കല്ലേ ആപത്ത്. എന്നെ പിടിച്ചോണ്ടുപോയി ഗോഡൌണെ കൊണ്ടിട്ട് പൂട്ടിയതും പോരാഞ്ഞിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത ആന്റിയെ നിങ്ങൾ വീട്ടിലും പൂട്ടിയിട്ടല്ലേ? ആരാണ് നല്ലത് ആരാണ് മോശം എന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഓ, തൽക്കാലം നീ മിണ്ടാതിരിക്കേ. ഗൗതം ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് വരെയും വസു ഇതിനകത്ത് തന്നെ കിടക്കും. നീ വാ ഇങ്ങോട്ട് ഇരുന്നേ. ഓ, അപ്പൊ ഗൗതം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്നുള്ള പ്രതീക്ഷയിലാണ് അമ്മ ഇപ്പോ, അല്ലേ? ഞാൻ ചത്താലും അത് നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീവിച്ചിരുന്ന അത് ഒട്ടും നടക്കാൻ പോകുന്നില്ല. ഈ ദിവസോത്ര എന്നെ പിടിച്ചോണ്ടുപോയി പൂട്ടിയിട്ടിരുന്നില്ലേ, അതിനുള്ള ശിക്ഷ വെറും കിഡ്നാപ്പ് കേസ് അല്ലത്, കൊലപാതക ശ്രമമാ. ഇപ്പൊ തന്നെ ഞാൻ കോടതിയിൽ പോവും, മൊഴിയും കൊടുക്കും. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഗൗതം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. തത്തയ്ക്ക് ബുദ്ധി ഓതുന്നത് പോലെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോ നീ നിനക്ക് ഇഷ്ടമുള്ളത് മാത്രം ചിന്തിക്കുന്നു, അത് മാത്രം ശരിയെന്ന് പറയുന്നു. ഒന്നും അറിയാത്ത ഗൗതമിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന് വാശി പിടിക്കുന്നു. നീ എന്താണ് ഇങ്ങനെ ഒരു മരകഴുതിയായി പോയത്? സ്നേഹിക്കുന്നവരുടെ മനസ്സ് തിരിച്ചറിയാനുള്ള ത്രാണി ഇല്ലാതായി പോയത് എന്താണ് നിനക്ക്? അറിയാം, നിന്റെ മനസ്സിലേക്ക് കുത്തിവെച്ചിരിക്കുന്നത് ചെറിയ വിഷമൊന്നും അല്ല. ഒരു വശത്ത് ശിവാനി, അടുത്ത വശത്ത് CKCയും ജ്യോതിർമയും എല്ലാവരും ചേർന്ന് നിന്നെ ഒരു ഭ്രാന്തനാക്കി മാറ്റിയിരിക്കുകയാണല്ലോ ഇപ്പോ.